ഹലോ. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലടി. പിന്നെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിന്നെ വിളിക്കാറുള്ളൂ. പിന്നെ ആ ഇപ്പോ എടി ഞാൻ വിളിച്ചതേ, എടി മെസ്സഞ്ചറിൽ എനിക്ക് സ്ഥിരമായിട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജ് ഒക്കെ അയക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ഗുളിക കഴിക്കുന്ന പോലെ പുള്ളി രാവിലെ ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്ക് ഗുഡ് ആഫ്റ്റർനൂൺ, വൈകിട്ട് ഗുഡ് നൈറ്റ്. ഞാനത് മൈൻഡ് ചെയ്യത്തൊന്നും ഇല്ലായിരുന്നു. ഈ അടുത്ത സമയത്ത് നമ്മുടെ കോളേജ് ഗ്രൂപ്പിലെ ഒരു മെസ്സേജ് വന്നില്ലയോ, ഈ ഗുഡ് നൈറ്റും ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇടുന്നവരൊന്നും നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. അവരുടെ ഹൃദയത്തിൽ നമ്മളുള്ളത് കൊണ്ട് നമ്മളെ അവർ ഓർക്കുമ്പോഴാണ് നമുക്ക് ഈ മെസ്സേജ് അയക്കുന്നത് എന്നും പറഞ്ഞിട്ടൊരു മെസ്സേജ് നീ കണ്ടായിരുന്നോ? എടി ആ മെസ്സേജ് കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു, ഷടാ, ആ മനുഷ്യന്റെ തിരക്കിനിടയിൽ ഫാമിലിയുടെ പ്രശ്നങ്ങൾക്കിടയിലൊക്കെ ആ മനുഷ്യൻ 3 നേരം എന്നെ ഓർക്കുന്നില്ല. അങ്ങനെ ഹൃദയത്തിൽ ഞാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം രാവിലെ ഞാൻ അയാൾ അയച്ച ഗുഡ് മോർണിംഗിന് മറുപടി മെസ്സേജ് അയച്ചു. അപ്പൊ അയാള് മോളെ എന്തുണ്ട് വിശേഷം, ഇവിടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ജോലിയുണ്ടോ എന്നൊക്കെ ഇങ്ങനെയുള്ള കാശുമായിട്ടുള്ള കാര്യങ്ങൾ തിരക്കി. രാത്രിയിലും ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ തിരക്കി പോയി. അങ്ങനെ കുറെ നാളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. പിന്നെ ഒരു ദിവസം അയാൾ എന്നോട് ചോദിച്ചു, ഈ രാത്രി ഇത്രയും സമയം എന്തിനാ ഇവിടെ ഇരിക്കുന്നേ, ആരെ കാത്തിരിക്കുക, ഹസ്ബൻഡ് വിളിക്കാറുണ്ടോ, ഹസ്ബൻഡ് വീഡിയോ കോൾ വരുമോ, ഹസ്ബൻഡിനെ കാത്തിരിക്കുവാണോ, അല്ലെങ്കിൽ രാത്രി വേറെ ആരെ കാത്തിരിക്കുക എന്നൊക്കെ ഇയാൾ ചോദിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ഹൃദയത്തിൽ വെച്ചു നടക്കുന്ന മനുഷ്യല്ലേ 3 നേരം, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. ഞാൻ വെച്ച് പോട്ടെ. ഇറ്റേന്ന് അയാൾ എന്നോട് ഇതുപോലെ രാത്രി വന്നിട്ട് ചോദിക്കുക, ആരെ കാത്തിരിക്കുക, ഇത്രയും വൈകുന്നവരെ എന്തിനാ ഫേസ്ബുക്കിൽ ഇരിക്കുന്നത്, എപ്പോഴും പച്ച കത്തി കിടക്കുന്ന കാണാമല്ലോ, എപ്പോഴും ഇതിനകത്തിലാണോ? അയാൾ എപ്പോഴും ഇതിനകത്തിലായതുകൊണ്ടല്ലയോ എന്റെ പച്ച ലൈറ്റ് കത്തി കിടക്കുന്ന അയാൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അയാളോട് ചോദിക്കുക, കഴിച്ചോ, കുളിച്ചോ, എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്നത്, ഭർത്താവ് വിളിക്കാറില്ലയോ, ഭർത്താവിനെ കാണാത്തതിന്റെ ദുഃഖമാണോ, ഭർത്താവിനെ കാത്തിരിക്കുവാണോ, ഭർത്താവ് വരാത്തതില് വിഷമമാണോ, ഇങ്ങനെയൊക്കെ കണ്ടു ചോദിച്ചു. പിന്നെ എന്റെ ഭർത്താവ് വരാത്തതിനോ അല്ലെ കാണാത്തതിനോ ഞാൻ വിഷമിക്കുന്നതിന് പകരം നാട്ടുകാരെ കാണാത്തതിന് ഞാൻ വിഷമിച്ചാൽ മതിയോ? അതിന് അയാൾക്ക് എന്തോ വിഷമം, എന്റെ വിഷമം കണ്ട് അയാൾക്ക് സഹിക്കുന്നില്ലേ? ഞാന് അയാളോട് ദേഷ്യപ്പെട്ടിട്ട് ഫോൺ കട്ട് ചെയ്ത്. പിറ്റേന്ന് ഇയാൾ വന്നു. അപ്പോഴും എന്നോട് ചോദിച്ചു, കുളിച്ചോ, കഴിച്ചോ, എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്നത്, ഇത്രയും സമയമായിട്ടും ഫേസ്ബുക്കിൽ ഇരിക്കുവാണോ, ആരെ കാത്തിരിക്കുക, ഭർത്താവ് ഇന്ന് വിളിച്ചോ, ഭർത്താവിനെ കാത്തിരിക്കുവാണോ? എനിക്ക് ദേഷ്യമാണ്. ഞാൻ പറഞ്ഞേ, നിങ്ങളുടെ ഭാര്യ രാത്രിയിലാവുമ്പോഴും പകലാവുമ്പോഴും ഒക്കെ കണ്ടവന്മാരെ തിരക്കിയായിരിക്കും ഇരിക്കുന്നേ. അത് ഇയാള് അവരെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവര് കണ്ടവന്മാരെ തിരക്കിയിരിക്കുന്നേ. ഇയാള് പോയി ഇയാളുടെ ഭാര്യ ശ്രദ്ധിക്കും. ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞേച്ച് ഞാൻ ചാരം ക്ലോസ് ചെയ്ത് വെച്ച് എന്റെ പോക്കിന് പോയി. പിന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ വെച്ചടാ, 3 നേരം ഗുളിക കഴിക്കുന്ന പോലെ ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് നൈറ്റും അയച്ചുകൊണ്ടിരുന്ന മനുഷ്യനല്ലയോ, അയാൾക്കൊരു ഗുഡ് മോർണിംഗ് അങ്ങോട്ട് അയച്ചേക്കാന്ന് വെച്ചാൽ ഞാൻ ഗുഡ് മോർണിംഗ് അയച്ചപ്പോൾ ഓൾറെഡി ആ മെസ്സേജ് പോകുന്നില്ല. ആ ചേട്ടൻ എന്നെ അങ്ങ് ഓക്കെ ചെയ്തേച്ച് പോയി. എടി ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടാടി, എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്ത് ശരിയായോ? എനിക്ക് എന്തോരം വിഷമം ഉണ്ടായെന്ന് ആ ചേട്ടൻ അറിയാവോ? ഷോ, കള്ളന്മാരെ കയറത്തില്ലായിരുന്നു, എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. കഷ്ടമായി പോയി.